പെരുമ്പാവൂരിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. അയ്യമ്പുഴ സ്വദേശി ധനേഷാണ് കുറുപ്പുംപടി പോലീസിന്റെ പിടിയിലായത്. 12ഉം 10ഉം വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെയാണ് അമ്മയുടെ ആൺസുഹൃത്തായ ഇയാൾ പീഡനത്തിനിരയാക്കിയത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഈ കുട്ടികളുടെ സ്ഥിതി എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് ഈ വിവരം പുറത്തേക്ക് വന്നത്? അപർണ, ഈ കൂട്ടുകാരിക്ക് എഴുതി നൽകിയ ഒരു കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് അധ്യാപികയ്ക്ക് കിട്ടുകയും അധ്യാപിക അത് പോലീസിന് കൈമാറുകയും ചെയ്ത പോലീസിനെ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കുഞ്ഞുങ്ങൾ പീഡനത്തിനിരയായി എന്ന് വ്യക്തമായത്. ആ ഒരു സാഹചര്യത്തിൽ അധ്യാപികയുടെ കയ്യിൽ ഇത് എത്തുന്നതുവരെ, അതായത് കുഞ്ഞുങ്ങൾ നിരന്തര പീഡനത്തിനിരയായിരുന്നു. അത് സഹിക്കാൻ വയ്യാതെയാണ്, അതിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ പറ്റാത്ത ഒരു തരത്തിൽ എത്തിയപ്പോഴാണ് ആ കുഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു ലെറ്റർ എഴുതി നൽകിയെന്നാണ് പോലീസിന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇയാൾ, ഈ പിടിയിലായുള്ള ധനേഷ് കുമാർ, അയാൾ കഴിഞ്ഞ 2 വർഷമായി ഈ കുഞ്ഞുങ്ങളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 മുതൽ ഈ കുഞ്ഞുങ്ങൾ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതായത് ഇപ്പോൾ 10-12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ പീഡനത്തിന് ഇരയായിരുന്നു. അമ്മയുടെ ആൺസുഹൃത്താണ്. ഈ അമ്മയുമായുള്ള ബന്ധം തുടരുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടായത്, അതായത് അമ്മയെ ഉപേക്ഷിക്കാൻ ഉള്ള നീക്കം ധനേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതേ തുടർന്നാണ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ താൻ ഉദ്ദേശിച്ചതെന്നാണ് പോലീസിനോട് അയാൾ ഇപ്പോൾ വെളിപ്പെടുത്തിയതെന്നാണ് ASP വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. അത് മാത്രമല്ല, ഇയാൾ ലോറി ഡ്രൈവറായിരുന്നു. ശനിയും ഞായറും ദിവസങ്ങളിൽ ഈ വീട്ടിലായിരുന്നു ഇയാൾ തങ്ങിയിരുന്നത്. ആ സമയത്ത്, അമ്മയില്ലാത്ത സമയത്താണ് കുഞ്ഞുങ്ങളെ പീഡനത്തിന് ഇരയാക്കിയത്. ആ ഒരു സാഹചര്യം, അതായത് അമ്മയില്ലാത്തൊരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് അയാൾ കുഞ്ഞുങ്ങളെ പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളത്. എന്തായാലും പോലീസ് അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് ഇനി അയാളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ്. അവർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ധനേഷിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാ എറണാകുളം കുറുപ്പുംപടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അമ്മയുടെ ആൺ സുഹൃത്താണ് ഈ കുട്ടികളെ, 12ഉം 10ഉം വയസ്സും മാത്രം പ്രായമുള്ള പെൺകുട്ടികളെ നിരന്തര പീഡനത്തിന് ഇരയാക്കിയ പ്രതി അയ്യമ്പുഴ സ്വദേശി ധനേഷിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എറണാകുളം കുറുപ്പുംപടി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയ്യമ്പുഴ സ്വദേശിയാണ് ധനേഷ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എവിടെയാ മറ്റേ ഒരു ഭാവഭേദവുമില്ലാതെ കൂടിയാണ് അത്രയും ക്രൂരനെന്ന് വിശേഷിപ്പിക്കേണ്ട ധനേഷ് മാധ്യമങ്ങളെപ്പോലും അഭിമുഖീകരിച്ചിരിക്കുന്നത്. മുഖം പോലും മറയ്ക്കാൻ സ്വയം തോന്നാതെ, സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങളിൽപ്പെട്ട ക്രിമിനലുകളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ മുഖം മറയ്ക്കാനുള്ള ശ്രമമെങ്കിലും സ്വയം നടത്താറുണ്ട്. അതുപോലും ഉണ്ടായില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പശ്ചാത്താപമോ കുറ്റബോധമോ മുഖത്ത് നിഴലിക്കാതെ കൂടിയാണ് മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുൻപാകെ നിന്നത്. SP-യുടെ പ്രതികരണമുണ്ട്, നമുക്കതിലേക്ക്. Asking this elder sister to bring one more friend to their house. So this elder Penkuti wrote a letter saying that my father wants you to come to my house. So this letter was seen by another friend whose mother is their teacher in the school. Then they informed us about this incident, and we went to the school, recorded statement of the elder girl, and based on the statement we have arrested the accused Dhanesh Kumar, 38 വയസ്സുണ്ട്, അയംപുര നേറ്റീവ്, ജോലി ഡ്രൈവർ ആയിരുന്നു. So further investigation is ongoing, and this is the information so far we can provide.
ദൃശ്യങ്ങളാണ്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരല്പം പോലും മടിയില്ലാതെ, നാണക്കേടില്ലാതെ ആ തരത്തിലാണ് മാധ്യമങ്ങളുടെ ക്യാമറകളെ പോലും അഭിമുഖീകരിക്കുന്നത്. എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? എന്താണ് ആജ്ഞ? അപർണ സൂചിപ്പിച്ചതുപോലെ അല്പം പോലും മുഖം മറയ്ക്കാതെ, അല്ലെങ്കിൽ താൻ ചെയ്തതിൽ ഒരല്പം പോലും കുറ്റബോധമില്ലാതെയാണ് പ്രതിയെ ഇറക്കിക്കൊണ്ടുവന്ന സമയത്ത് മാധ്യമങ്ങളെ ഫേസ് ചെയ്തത്. അങ്ങനെയാണ് സാധാരണ കൊടും കുറ്റവാളികൾ പോലും മുഖം മറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ ധനേഷിന്റെ ഭാഗത്തൊന്നും അതുണ്ടായില്ല. അതുപോലെ ഈ പീഡനത്തിനിരയായ പെൺകുട്ടികളോട് കൂട്ടുകാരികളെ കൂടി വീട്ടിലേക്ക് എത്തിക്കാൻ പ്രതി ആവശ്യപ്പെട്ടു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതിയുടെ ഭീഷണിക്ക് വഴങ്ങിയാണ്. ഒരുപാട് ഭീഷണിപ്പെടുത്തിയിരുന്നു പ്രതി. അതേ തുടർന്നാണ് പോലീസിന് പെൺകുട്ടി കത്തയച്ചത്, സുഹൃത്തിന് കത്തെഴുതിയത്. അതുപോലെ 2 വർഷമായി പെൺകുട്ടികളെ ഇദ്ദേഹം പീഡിപ്പിച്ചിരുന്നു. കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ അമ്മയെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പീഡനമെന്നാണ് പ്രതി പറയുന്നത്. പോലീസിനോട് പറഞ്ഞത് അങ്ങനെയാണ്. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി പീഡനത്തിന് ഇരയാക്കാനുള്ള നീക്കവും ധനേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അത് വലിയ ഇത് കൊടും ക്രൂരതയാണ്, അല്ലെങ്കിൽ വലിയ കൊടും ക്രിമിനലാണ് അയാളെന്നുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് അയാളുടെ പോലീസ് വ്യക്തമാക്കിയതിൽ നിന്നും, അല്ലെങ്കിൽ പോലീസിന്റെ മുന്നിൽ അയാൾ നടത്തിയിട്ടുള്ള കുറ്റസമ്മതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അപർണ, തീർച്ചയായിട്ടും ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകുമ്പോൾ ഒട്ടും സുഖകരമല്ലാത്തൊരു വാർത്ത കൂടിയായിരുന്നു കുറുപ്പംപടിയിൽ നിന്ന്. പക്ഷേ അപ്പോഴും പ്രതി പിടിയിലായിരിക്കുന്നു. കുറുപ്പംപടി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അയ്യമ്പുഴ സ്വദേശി ധനേഷാണ് പിടിയിലായത്. ആജ്ഞ രവീന്ദ്രൻ.